തൃശ്ശൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കേസുള്ളത്. പക്ഷേ പരിഹരിക്കുന്നതെല്ലാം നാളെ നമ്മുടെ ഇവിടെ കൺസ്യൂമർ കോർട്ടിലാണ് ഏറ്റവും കൂടുതൽ. കേരളത്തിൽ കൺസ്യൂമർ കോർട്ടിലാണ് നമ്മുടെ കേസ് കൂടുതലുള്ളത് കേരളത്തിൽ. അങ്ങനെ ഇവിടെ വന്നിരുന്നോണ്ട് രണ്ടു വാക്ക് പറയാൻ വേണ്ടി ഞാൻ അങ്ങനെ തിരിച്ചുപോയി. Now I request Anu Sunil Kumar, State Consumer Protection Council member, to speak a few words on this occasion. വേദിയിലും സദസ്സിലും ഇരിക്കുന്നവർക്ക് നമസ്കാരം. നമ്മുടെ ദിനു സാറ്, അധ്യക്ഷൻ പുരുഷോത്തമൻ സാറ്, അതുപോലെ നമ്മുടെ ബിനു സാർ പറഞ്ഞ കാര്യങ്ങളും സിദ്ധുമാഷ് പറഞ്ഞ കാര്യങ്ങളും തുടർന്ന് അത് നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ട. ആദ്യം ഞാൻ അത് പറഞ്ഞതിന് ശേഷം എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ അനുശോചനം രേഖപ്പെടുത്തിയ നമ്മുടെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിൻ്റെ, അതുപോലെ തന്നെ നമ്മുടെ ജോയിൻ ചെയ്ത മാവേലിക്കര ശശിധരൻ പിള്ള സാറ്, ഞാനൊരു കേസ് പരിഹരിച്ചു കൊടുത്തു അദ്ദേഹത്തിൻ്റെ ഫ്ലിപ്കാർട്ടിൻ്റെ. അപ്പം ഞാൻ ആദ്യം പറഞ്ഞത് റിട്രസൽ കമ്മീഷന് പോകണമെങ്കിൽ പോകാം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് മോളെ അവിടെ പോകണ്ട, മോളത് പരിഹരിച്ച് തന്നാൽ മതി എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാഷ അറിയാൻ പാടില്ലാത്തതാണ്. ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലുള്ള ഇവിടുത്തെ പോകുമ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ ചെയ്യാൻ നേരത്തെ ഇംഗ്ലീഷിലൊക്കെയാണ്. അപ്പോൾ പലർക്കും ഭാഷ ഒരു വിഷയമാണ്, അറിയാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ അച്ഛന് എന്നെ ഒരു റിട്ടേൺ കംപ്ലൈൻറ്റ് വാട്സപ്പിലൂടെ എനിക്ക് തരികയായിരുന്നു അച്ഛൻ. എന്നിട്ട് അത് ഞാൻ വിളിച്ച് സംസാരിച്ചു. അപ്പോൾ അത് റിട്ടേൺ റീഫണ്ട് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഡിസ് വാഷ് ആയിരുന്നു. അച്ഛന് വേറെ ആരും തൊട്ടടുത്തില്ല, മകൻ ഗൾഫിലാണ്, മക്കളൊക്കെ. അതായത് പുരുഷോത്തമൻ സാർ തന്നെയാണ് കൊണ്ടുവന്നത്, റെയിൽവേയിലെ ഉദ്യോഗസ്ഥൻ തന്നെയാണ്. അവിടെ ഒരുപാട് പേരുടെ റെയിൽവേ ഉദ്യോഗസ്ഥരുടെ കേസ് ഞാൻ ഫോണിലൂടെ സംസാരിച്ച് പരിഹരിക്കാറുണ്ട്. കൂടുതൽ എനിക്ക് ഇത് ഈ ഫീൽഡിൽ പരിഹരിക്കാനും ഒരുപാട് നിർദ്ദേശം കിട്ടിയത് ബിൻ സാറിനെ പോലെയുള്ളവരും നമ്മുടെ തൃശ്ശൂർ റിട്രസൽ കമ്മീഷനിൽ ഇരുന്ന രാധാകൃഷ്ണൻ സാറാണ്. സാറാണ് എന്നെ ഏറെക്കുറെ നിയമം വശത്തിൻ്റെ എങ്ങനെയൊക്കെ പോകണം എന്ന് വ്യക്തമായി പറഞ്ഞു തന്നിട്ടുള്ളൂ. മലയാളത്തിൽ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അത് സാറ് പരിഹരിച്ച് തന്നിട്ടുണ്ട് എനിക്ക്, രാധാകൃഷ്ണൻ സാറ്. അപ്പം ഏറ്റവും കൂടുതൽ ഇത് അറിഞ്ഞിരിക്കേണ്ട ഒരു ഭയങ്കര വിഷയമായി മാറിക്കൊണ്ടിരിക്കും. ഞാൻ NCPയുടെ കഴിഞ്ഞ ദിവസം പോയി ഒരു ക്ലാസ്സിന് അറ്റൻഡ് ചെയ്ത് കൊടുക്കേണ്ട വന്നു. അവർക്ക് ആരാണ് ഉപഭോക്താവ്, റിട്രസൽ കമ്മീഷനെ കുറിച്ചൊന്നും അറിയത്തില്ല. അല്ലാതെ തന്നെ ഹൈക്കോടതിയുടെ തൊട്ട് ഫ്രണ്ടിൽ കിടന്ന് 3-ാമത്തെ ഡേയിൽ കിടന്നിട്ട് ഒച്ചപ്പാടുണ്ടാക്കുന്നത് ഞാൻ കേട്ടു. ഈ നമുക്കെല്ലാവർക്കും മറ്റു കോടതികളെ കുറിച്ച് അറിയാം, പക്ഷേ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ഡോക്ടർ അനൂപ് സാറിൻ്റെയൊക്കെ ആ ഏരിയയിൽ, മാക്സി സാറിൻ്റെയൊക്കെ ആ ഭാഗത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഉപഭോക്തൃ കോടതികളെ കുറിച്ച് ആർക്കും അറിയില്ല. അപ്പോൾ അവിടെ ഒരു ക്ലാസ് വെക്കുന്നതിനെ കുറിച്ച് ഞാൻ അനൂപ് സാറുമായിട്ട് സംസാരിക്കുകയുണ്ടായിട്ടുണ്ട്. പലതവണ അനൂപ് സാറിൻ്റെ വീട്ടിൽ നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എടുക്കണമെങ്കിൽ നമുക്ക് ആദ്യം നമ്മൾ പഠിക്കുക. സാർ പറഞ്ഞാൽ കൺസ്യൂമർ എഡ്യൂക്കേഷൻ, അവയർനെസ്, റിട്രസൽ കമ്മീഷൻ, നമ്മൾ ഈ 3 കാര്യം പ്രധാനമായിട്ട് സംഘടനയിൽ അറിഞ്ഞിരിക്കുക. ഞാനും പഠിക്കുന്ന കാലം മുതൽ വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻറ്റ് തന്നെയാണ്. അപ്പം ഞാൻ ഈ വക കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പോഴത്തെ പുതിയൊരു ഇതാണ്, ഞാനൊരു എഞ്ചിനീയർ ആയതുകൊണ്ട് പറയല്ല, സൈബർ ക്രൈം ആയിട്ട് ബന്ധപ്പെട്ട് 2-3 കേസ് വന്നപ്പോൾ എനിക്ക് വളരെ സപ്പോർട്ട് ചെയ്യുന്നത് സൈബർ സെല്ലിലെ ഒരു ഇൻഫോ പാർക്കിലെ സാറായിരുന്നു എനിക്ക് തന്നത്. ഞാൻ ഒരുപാട് കാര്യങ്ങൾ സാറുമായിട്ട് ഡിസ്കസ് ചെയ്ത്, എസ്പെഷ്യലി സാറുമായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്ത് സംസാരിച്ച് അത് ക്ലിയർ ചെയ്യാറുമുണ്ട്. എനിക്ക് വേണ്ട സപ്പോർട്ടൊക്കെ ചെയ്തു തരുന്നുണ്ട് സാറ്. തിരിച്ചങ്ങോട്ടും ടെക്നിക്കലി അത് ഇന്റേണലും എക്സ്റ്റേണലും ഉണ്ട്. ന്യൂറൽ ഒരു നെറ്റ്വർക്ക്, ഒരു സോഫ്റ്റ്വെയർ ആണ് ഇപ്പം വന്നിരിക്കുന്നത്. അപ്പം ഈ ഇത് നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ച് മനുഷ്യൻ തന്നെയാണ് നിർമ്മിതം. അപ്പോൾ അത് പറഞ്ഞ് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഇപ്പം എൻ്റെ സൗണ്ടിൽ നിങ്ങൾക്ക് വേണ്ടി അറിയാവുന്ന ഒരു വ്യക്തിക്കാണെങ്കിൽ തീർച്ചയായിട്ടും എന്നെ അറിയാം. അല്ലാത്തൊരു വ്യക്തി ഞാൻ വിളിക്കുന്നതെന്ന് പറഞ്ഞ് ഒരു പരാതിയോ അല്ലെങ്കിൽ ഞാൻ തന്നുവിട്ടാണ് ബാങ്കിൽ അക്കൗണ്ടിൽ പൈസ ഇടുമെന്നൊക്കെ പറഞ്ഞ് എനിക്ക് യാതൊരു കാരണവശാലും ഇടാൻ പാടില്ല. അത്തരത്തിലൊരു വെച്ച് ഒരുപാട് ദുർവിനിയോഗങ്ങൾ
നടത്തുന്നുണ്ട്. അതൊക്കെ നമ്മൾ കൂടുതൽ മനസ്സിലാക്കണ്ട. കൂടുതലായിട്ട് ഞാൻ ഇവിടെ ഒന്നും പറയുന്നില്ല. കാരണം ഷിബ മേഡത്തിനായിരുന്നു കഴിഞ്ഞ തവണ ഞാൻ ഷിബ മേഡം വരുന്നതിന് മുമ്പ് 1986 വന്നു. പിന്നീട് അമെൻമെന്റ് ചെയ്തു. 2019 2020 വന്ന നിയമത്തിനെ കുറിച്ച് പറഞ്ഞു. ഓഗസ്റ്റ് 9 പക്ഷെ നമുക്ക് ജൂലൈ 20 വന്നേക്കുന്നത്, നിലവിൽ വന്നേക്കുന്നത്. ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു. പിന്നെ 3 തരത്തിലാണ് റിട്രസൽ കമ്മീഷൻ ഉള്ളത്. അതിനൊരു സെൻട്രൽ അതോറിറ്റി ഉണ്ട്. പിന്നെ കൗൺസിലിങ്ങിൻ്റെ പറഞ്ഞിട്ടുണ്ട്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ മെമ്പർ, ഡിസ്ട്രിക്ട്, സ്റ്റേറ്റ്, സെൻട്രൽ ഇത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ 8 ബേസിലാണ്. 6 ആണെങ്കിലും നമുക്ക് റെസ്പോൺസിബിലിറ്റി അടിസ്ഥാനം ഒരു നീഡുണ്ട് ഇതിനെക്കുറിച്ച്. അപ്പം അതൊരു കാര്യങ്ങൾ. പിന്നെ നമ്മുടെ അൺഫെയർ ട്രേഡ് പ്രാക്ടീസിനെ കുറിച്ച് പറഞ്ഞു. ഇതൊക്കെ ഞാൻ സാറിൽ നിന്ന് തന്നെയാണ് പഠിച്ചത്. ഇവരുടെയൊക്കെ വിവിധ ക്ലാസ്സുകൾ കേട്ട് അതുപോലെ തന്നെ സാറ് പറഞ്ഞിട്ട് എനിക്ക് ഹൈക്കോടതിയിൽ നിന്ന് ഒരു ബുക്ക് മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ ഞാൻ കുറച്ച് സ്റ്റഡി ചെയ്യുന്നുണ്ട്, ജോലിയോടൊപ്പം തന്നെ സ്റ്റഡീസ് ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഈ രംഗത്ത് ഇത് ഈ ബുക്ക് പഠിച്ചുകൊണ്ട് മാത്രമല്ല നമ്മൾ ചെയ്ത് പഠിക്കണം. ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ നമുക്ക് കൺസ്യൂമർ കോടതിയിൽ എത്തുന്നതിന് മുമ്പ് നമുക്ക് പരിഹരിക്കാൻ പറ്റും. ഞാൻ തന്നെ അമൃത ഹോസ്പിറ്റലിൽ ഒരു പയ്യനെ കൊണ്ടുവന്ന് നമ്മുടെ എറണാകുളം കമ്മീഷനിൽ കൊണ്ട് നിയമിച്ചു. സ്ഥലം കാണിച്ചു കൊടുത്തു, പറഞ്ഞു കൊടുത്തിട്ടും വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല പുള്ളിക്ക്. പുള്ളി ഈ നാട്ടുകാരനല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? പുള്ളിയുടെ കൂടി കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കുക നിവർത്തിയുള്ളൂ. അപ്പം ഞാൻ എന്തെടുത്തു, അവിടെ എറണാകുളം കോടതിയിൽ ചെന്ന് കാണിച്ചു കൊടുത്ത് അവിടെ ഹെൽപ്പ് ഡെസ്കിൽ ചെന്ന് കാണിച്ചു കൊടുത്തു. വേണ്ട ഇന്ന രീതിയിലാണ് എവിഡൻസ് ഒക്കെ കൊണ്ടുവരണം, 4 കോപ്പി വേണം. ഇതൊക്കെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവിടെ ചെന്നു. അദ്ദേഹം കോപ്പി എടുക്കാൻ അവിടെ വെച്ച് മറന്നു. ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നതുകൊണ്ട് വീണ്ടും ഞാൻ അത് ആവർത്തിച്ചു. നമ്മൾ പലപ്പോഴും കാര്യങ്ങൾ ചെയ്യുമ്പോൾ മറന്നു പോകാറുണ്ട്. ഒരു പേപ്പേഴ്സിൻ്റെ എവിഡൻസ് ആണ് ബില്ല്. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും പറയും സേവനം നൽകുന്ന വാട്ടർ അതോറിറ്റി അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി, അത് മാത്രമല്ല കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങൾ നിരവധി, ബാങ്കിങ് മേഖല ഒരു 100 കണക്കിന് പേപ്പർ കൊണ്ടുവന്നിട്ട് നമ്മൾ സൈൻ ഇടുന്നത് അത് വായിച്ച് നോക്കാറേ ഇല്ല. പലരും അത് വ്യക്തമായിട്ട് വായിച്ച് നോക്കുന്നില്ല എന്തൊക്കെ പേപ്പറാണ്. ഇൻഷുറൻസ് മേഖല, അതുപോലെ തന്നെ ഹോസ്പിറ്റൽ, മെഡിക്കൽ നെഗ്ലിജൻസുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഒരു ആക്സിഡൻറ്റ്. അപ്പം ഞാൻ പറഞ്ഞ കൺസ്യൂമർ കോർട്ടിൽ നിങ്ങൾക്ക് പോവാം. അതുപോലെ തന്നെ മിത്ര ലിമിറ്റഡ് ടാങ്ക്, അത് നമ്മുടെ BJPയുടെ നേതാക്കന്മാരിരിക്കുന്നതാണ്. രാധാകൃഷ്ണൻ സാറൊക്കെ ആയിട്ട് ഞാൻ സംസാരിച്ച വിഷയമാണ്. അത് ഉടനെ തന്നെ എറണാകുളത്താണ് അത് കൊടുക്കാൻ ഞാൻ ഷീബ മേഡത്തിൻ്റെ ഏൽപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. സുനിൽ സാറിൻ്റെ കയ്യിലേക്ക് നിരവധി കേസുകൾ ഞാൻ എടുത്തു. നമ്മളെ കൊണ്ട് പറ്റാവുന്നത് നമ്മൾ അത് തീർച്ചയായിട്ടും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം ഞാനിപ്പം ഈ ഫീൽഡിൽ നിന്നുകൊണ്ട് തന്നെ എനിക്ക് രാധാകൃഷ്ണൻ സാറിൻ്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നത്, ഞാൻ ഈ നിലയിൽ വരണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ജോസാറാണ്. എനിക്കൊട്ടും മറക്കാൻ പറ്റില്ല. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വരുമ്പോൾ എനിക്ക് ജോസാറ് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ എപ്പോഴും കോട്ടയം കാണുമ്പോൾ പ്രാർത്ഥിച്ചിട്ട് എവിടെയെങ്കിലും പോകും, ഗസ്റ്റ് കാര്യത്തിൽ പോകുമ്പോൾ സാറിനെ വിളിക്കും, അല്ലെങ്കിൽ രാധാകൃഷ്ണൻ സാറിനെ വിളിക്കും, സാറ് ഞാൻ ഇതിൻ്റെ അടുത്ത് പോകുന്നുണ്ട് എന്ന് ധൈര്യമായിട്ട് പോയിട്ട് വാ എന്നും എനിക്ക് വേണ്ട സപ്പോർട്ടിങ് ഒക്കെ ചെയ്തു തരാറുണ്ട് സാറ്. അപ്പം ഒരു ബാങ്കിൻ്റെ ഇഷ്യൂ വന്നപ്പം നമുക്ക് അഡ്വക്കേറ്റ് വിനീത് സാറാണ് നമ്മുടെ തർക്കപരിഹാരം കോടതിയിൽ ഇരുന്നിട്ടുള്ളതാണ് സാറും. അതുപോലെ തന്നെ ഷീബ മേഡത്തിനെ പരിചയപ്പെടുത്തി തരുന്നതെന്ന് സാറാണ്. ഹൈക്കോടതി വെച്ചാണ് ഞാൻ സുനിൽ സാറിനെ ഞാൻ കാണാൻ പോയ സമയത്ത് അവിടെ വെച്ചാണ് ഞാൻ ഷീബ മേഡത്തിനെ കണ്ടുമുട്ടുന്നത്. ഇപ്പോഴും നല്ല രീതിയിൽ ഷീബ മേഡം നമ്മുടെ ഓർഗനൈസേഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. നിരവധി അഡ്വക്കേറ്റ് ഇന്നിപ്പം ലേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഓരോരുത്തരും നമ്മൾ മാക്സിമം ആളെ കൂട്ടാൻ വേണ്ടി എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ശ്രമിക്കുന്നതാണ്. ഞാൻ പറഞ്ഞ പ്രകാരം സർക്കാർ പറഞ്ഞ ഈ ഓർഗനൈസേഷന് രൂപം കൊടുത്ത് ആണ് ഈ സംഘടന. ഒരുപാട് ആള് ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്യേണ്ടത് കൊണ്ടുവരാൻ നമ്മൾ ഓരോരുത്തർക്കും കഴിയും. എനിക്ക് മാത്രമല്ല ഉത്തരവാദിത്തം, റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് നമ്മളിൽ ഓരോ മെമ്പേഴ്സിനും കഴിയും. പ്രത്യേകിച്ച് റെയിൽവേ ഉദ്യോഗസ്ഥനായ സാറിനെ പോലെയുള്ളവർക്ക് റിട്ടയർഡ് ഉദ്യോഗസ്ഥരെ ഇതിലേക്ക് ഈ ഫീൽഡിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നതാണ്. അദ്ദേഹത്തിൻ്റെ റെയിൽവേത്തെ ഒരുപാട് നാട്ടിലുമാ പൗരാവകാശ സമിതിയിൽ കഴിഞ്ഞ ദിവസം റെയിൽവേയിലെ മിനറൽ വാട്ടറിൻ്റെ വീണ്ടും 20 രൂപ മേടിക്കും. 15 രൂപ MRP ഉള്ളതിൻ്റെ അകത്ത് 20 രൂപ മേടിക്കുന്നു. ഈ 20 രൂപ മേടിക്കേണ്ട കാര്യമില്ല, അതിൻ്റെ അകത്ത് MRP കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് 15 രൂപയായിരുന്നു. പിന്നെ അവർ 5 രൂപ കൂടുതൽ മേടിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പം അത് തെറ്റാണ്. അത് അങ്ങനെയുള്ള വ്യാപാരം ശരിയല്ല.
അപ്പോൾ അതിനെതിരെ നമ്മൾ ഇൻഫർമേഷൻ കംപ്ലൈൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവരുടെ തന്നെ ഒരു 139 എന്ന് പറഞ്ഞൊരു നമ്പറുണ്ട്, അതിലേക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഷമീർ സാർ ആയാലും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തു തരുന്നുണ്ട്, റെയിൽവേയുടെ ഉദ്യോഗസ്ഥർ. അപ്പം ഞാൻ എന്തുകൊണ്ടാണ് ആദ്യമായിട്ട് ഇതിനെക്കുറിച്ച് സാർ പറഞ്ഞാൽ ഇത് ഒരു വട്ടമായിട്ട് പറഞ്ഞാൽ ഇത് തീരില്ല. കാരണം ഒരുപാട് കാര്യം 1 by 1 ആയിട്ട് ഓരോ സെക്ഷനായിട്ട് നമ്മൾ പഠിക്കണം. അല്ലാതെ കുറേ ഇങ്ങോട്ട് നമ്മൾ ഇതെല്ലാം കൂടെ ഈ ബുക്ക് നിറച്ച് തന്നിട്ട് നമുക്ക് ഇതൊന്നും മനസ്സിലാക്കില്ല. എനിക്കാണ് എന്തോരം ഞാൻ പഠിച്ചിട്ട് ഇരുന്നില്ല. ഇത് ചെയ്ത് തന്നെ ഞാൻ പഠിക്കുന്നത്. അപ്പോഴത്തേക്ക് ഇതിങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യം ആരും ഹൂ ഈസ് ദ കൺസ്യൂമർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം അത് പഠിക്കണം. പിന്നെ അല്ലാത്തതാരാണ് കൺസ്യൂമർ? പണം കൊടുത്ത് സേവനം സ്വീകരിക്കുന്നതാണല്ലോ. അപ്പോൾ അല്ലാത്തവരാരാണ്? ഫ്രീ ആയിട്ട് സ്വീകരിക്കുന്നവരുണ്ട്. താഴത്ത് കിടക്കുന്ന ഉൽപ്പന്നം എടുത്തുകൊണ്ട് പോയിട്ട് കാശ് കൊടുക്കാതെ മേടിച്ചിട്ട് അതിന് കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ ഇതൊക്കെ ആരാണെന്ന് അറിയണം. പിന്നെ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, റൈറ്റ് ടു ഇൻഫർമേഷൻ, റൈറ്റ് ടു ചൂസ്, റൈറ്റ് ടു ഡിഫെൻഡ്, അങ്ങനെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അതിനെ എക്സ്പാൻഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം നമുക്ക് പഠിക്കണം. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ പോകേണ്ടത്. പിന്നെ ഈ മേഖലയിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് വിവിധ മേഖലകളാണുള്ളത്. അപ്പോൾ ആ വിവിധ മേഖലയിൽ ഓരോ ഇതും ഒരു ഇലക്ട്രിസിറ്റിയെ കുറിച്ചാണ് ഇലക്ട്രിസിറ്റി, അങ്ങനെ ഓരോ വിഷയത്തെക്കുറിച്ചും സർവ്വമാനം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓരോ കാര്യങ്ങൾ പഠിച്ച് പതുക്കെ ഇതാക്കാം. പക്ഷെ ഇതൊരു പുതിയ ഓർഗനൈസേഷനാണ്. അപ്പം ഇതിലേക്ക് ധാരാളം പേരെ നമ്മൾ കൊണ്ടുവന്ന് വേണ്ടത്ര അവയർനെസ് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പം ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ടാണ് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നത്. നന്ദി, നമസ്കാരം.